നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കേരളത്തിലെ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകളിൽ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സിന് എങ്ങനെയാണ് അഡ്മിഷൻ നേടുന്നത് എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. കേരളത്തിലെ ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂളുകളിൽ GNM കോഴ്സിന് അഡ്മിഷൻ നേടുന്നതിന് വേണ്ടി രണ്ട് വെബ്സൈറ്റുകൾ ഉണ്ട്, DMEയും DHSഉം. DMEയുടെ www.dme.kerala.gov.in എന്ന വെബ്സൈറ്റിലാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. 2023 മെയ് 30 ആയിരുന്നു ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത്. 2024 എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വന്നിട്ടില്ല. DMEയുടെ കീഴിൽ 3 ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകളാണ് ഉള്ളത്. ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ട്രിവാൻഡ്രം 30 സീറ്റ് SC കാൻഡിഡേറ്റ്സിന് മാത്രമാണ് ഉള്ളത്. ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് കോഴിക്കോട് 30 സീറ്റ് SC കാൻഡിഡേറ്റ്സിന് മാത്രമാണ് ഇവിടെ സീറ്റ് ഉള്ളത്. ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് കോട്ടയം, ഇവിടെ ST കാൻഡിഡേറ്റ്സിന് മാത്രമായി 30 സീറ്റാണ് ഉള്ളത്. DMEയുടെ കീഴിൽ GNMന് SC ST കാൻഡിഡേറ്റ്സിന് മാത്രമായി ടോട്ടൽ 90 സീറ്റാണ് ഉള്ളത്. പെൺകുട്ടികൾക്ക് മാത്രമാണ് അപേക്ഷിക്കുവാൻ സാധിക്കുന്നത്. +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ച് 40% മാർക്കോടുകൂടി പാസ്സായിരിക്കണം. അപേക്ഷിക്കാനുള്ള പ്രായപരിധി 17 മുതൽ 35 വയസ്സ് വരെയാണ്. 3 വർഷത്തെ കോഴ്സാണ് ഇത്. ANM കോഴ്സ് പഠിച്ചവർക്കും GNM കോഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്യാം. ആപ്ലിക്കേഷൻ ഫീസ് 100 രൂപയാണ്. അഡ്മിഷൻ ലഭിക്കുന്ന കുട്ടികൾക്ക് വാർഷിക ഫീസായിട്ട് 5220 രൂപയും മറ്റ് ഫീസായിട്ട് 75 രൂപയുമാണ് അഡ്മിഷൻ സമയത്ത് നൽകേണ്ടത്. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ ഫോമും പ്രോസ്പെക്ടസും www.dme.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് എടുത്തതിന് ശേഷം പൂരിപ്പിച്ച അപേക്ഷയും അതിൻ്റെ കൂടെ ആവശ്യമായ ഡോക്യുമെന്റ്സുകളും എല്ലാം കൂട്ടി ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ, മെഡിക്കൽ കോളേജ് PO, ട്രിവാൻഡ്രം 11 എന്ന അഡ്രസ്സിൽ ലാസ്റ്റ് ഡേറ്റിന് മുൻപ് എത്തുന്ന രീതിയിൽ അയച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓൺലൈനായിട്ടല്ല അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. പൂരിപ്പിച്ച അപേക്ഷയും നിങ്ങളുടെ ഡോക്യുമെന്റ്സുകൾ എല്ലാം പോസ്റ്റൽ ആയിട്ട് അയച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. DMEയുടെ 3 നഴ്സിംഗ് കോളേജുകളിലേക്ക് എല്ലാ ജില്ലയിൽ നിന്നുമുള്ള SC ST കാൻഡിഡേറ്റ്സിന് അപേക്ഷകൾ സമർപ്പിക്കാം. DHSന്റെ കീഴിലുള്ള ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂളിലേക്ക് എല്ലാ വിഭാഗത്തിൽ നിന്നുമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. എന്നാൽ ഓരോ കുട്ടിക്കും അതാത് ജില്ലയിലെ നഴ്സിംഗ് സ്കൂളിലേക്ക് മാത്രമാണ് അപേക്ഷകൾ സമർപ്പിക്കുവാൻ സാധിക്കുന്നത്. ഒരു കുട്ടിക്ക് ആ കുട്ടി താമസിക്കുന്ന ജില്ലയിലെ നഴ്സിംഗ് സ്കൂളിലേക്ക് മാത്രമാണ് അപേക്ഷിക്കാവുന്നത്. അടുത്ത ജില്ലയിലുള്ള നഴ്സിംഗ് സ്കൂളിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കില്ല. DHSന്റെ കീഴിൽ 14 ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂളുകൾ ആണ് ഉള്ളത്. ടോട്ടൽ 489 സീറ്റാണ് ഉള്ളത്. കൊല്ലം ആശ്രമം നഴ്സിംഗ് സ്കൂളിലേക്ക് SC ST കാൻഡിഡേറ്റ്സിന് മാത്രമാണ് അപേക്ഷിക്കാവുന്നത്. ഇവിടെ ടോട്ടൽ 20 സീറ്റാണ് ഉള്ളത്. ഇതിൽ 20% സീറ്റ് ആൺകുട്ടികൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. ടോട്ടൽ ആയിട്ടുള്ള 489 സീറ്റിൽ 60% സീറ്റ് സ്റ്റേറ്റ് മെറിറ്റ് റാങ്കിന്റെ അടിസ്ഥാനത്തിലും 40% സീറ്റ് സംവരണ അടിസ്ഥാനത്തിലും ആണ് നൽകുന്നത്. മെറിറ്റ് സീറ്റിൽ നിന്ന് ഒരു സീറ്റ് സ്പോർട്സ് കോട്ടയിലേക്കും എക്സ് സർവീസ്മെൻ കോട്ടയിലേക്ക് ഒരു സീറ്റ്, സൈനിക, നാവിക, വൈമാനിക കോട്ടയിലേക്ക് ഒരു സീറ്റ്, അനാഥാലയത്തിൽ നിന്നുള്ള കുട്ടികൾക്ക് വേണ്ടി 3 സീറ്റ്, കുടുംബി വിഭാഗത്തിന് വേണ്ടി 1% റിസർവേഷൻ, ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ളവർക്ക് വേണ്ടി 5% റിസർവേഷൻ. ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ളവർക്ക് 40 മുതൽ 50% വരെ ഡിസബിലിറ്റി ഉള്ളവർ ആയിരിക്കണം. NCC കോട്ട 2 സീറ്റ്, ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് വേണ്ടി 1 സീറ്റ്, EWS വിഭാഗങ്ങൾക്ക് വേണ്ടി 10% റിസർവേഷൻ, ആൻഡമാൻ നിക്കോബാർ ദ്വീപിലുള്ളവർക്ക് വേണ്ടി 2 സീറ്റ്, ലക്ഷദ്വീപിൽ ഉള്ളവർക്ക് വേണ്ടി 2 സീറ്റ്, ഇങ്ങനെ വിവിധ രീതിയിൽ സീറ്റുകൾ മാറ്റിവെച്ചിട്ടുണ്ട്. അപേക്ഷിക്കാനുള്ള പ്രായപരിധി 17 മുതൽ 25 വയസ്സ് വരെയാണ്. SC ST വിഭാഗങ്ങൾക്ക് 5 വർഷത്തെ ഇളവ് ഉണ്ട്. ജനറൽ വിഭാഗത്തിൽ ഉള്ളവർക്ക് +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് എന്നിവയ്ക്ക് 40% മാർക്ക് ഉണ്ടായിരിക്കണം. SC ST വിഭാഗങ്ങൾക്ക് പാസ് മാർക്ക് ഉണ്ടായാൽ മതി. DHSന്റെ ആപ്ലിക്കേഷൻ ഫീസ് 250 രൂപയാണ്. DMEയുടെ ആപ്ലിക്കേഷൻ ഫീസ് 100 രൂപയും. DHSൽ SC ST വിഭാഗങ്ങൾക്ക് 75 രൂപയാണ് അപേക്ഷാ ഫീസ്. പെൺകുട്ടികൾക്ക് മാത്രമാണ് ഹോസ്റ്റൽ സൗകര്യം ഉണ്ടായിരിക്കുന്നത്. അഡ്മിഷൻ ലഭിക്കുന്ന കുട്ടികൾ അഡ്മിഷൻ സമയത്ത് 500 രൂപ നൽകണം. SC ST വിഭാഗങ്ങൾ നൽകേണ്ട ആവശ്യമില്ല. www.dhskerala.gov.in എന്ന വെബ്സൈറ്റിൽ ആപ്ലിക്കേഷൻ ഫോമും പ്രോസ്പെക്ടസും പബ്ലിഷ് ചെയ്യും. ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് എടുത്ത് അത് പൂരിപ്പിച്ച് ആവശ്യമായ ഡോക്യുമെന്റ്സുകളോടും കൂടി നിശ്ചിത സമയത്തിനുള്ളിൽ അതാത് ജില്ലയിലെ നഴ്സിംഗ് സ്കൂളിലേക്ക് അയക്കണം.
DHSന്റെയും DMAയുടെയും അപേക്ഷകൾ ഓൺലൈനായിട്ടല്ല നൽകേണ്ടത്. അപേക്ഷകൾ പൂരിപ്പിച്ച് അയച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. DMAയുടെ ആപ്ലിക്കേഷൻ തിരുവനന്തപുരത്തുള്ള സെന്ററിലേക്കും DHSന്റെ ആപ്ലിക്കേഷൻ ഓരോ കുട്ടികളും അവരുടെ ജില്ലയിലുള്ള നഴ്സിംഗ് സ്കൂളിലേക്കുമാണ് അയക്കേണ്ടത്. DMA വഴി അപേക്ഷകൾ SC/ST വിഭാഗത്തിൽ ഉള്ളവർ മാത്രമാണ് നൽകേണ്ടത്. DHS വഴി എല്ലാ വിഭാഗത്തിലും ഉള്ളവർക്ക് അപേക്ഷിക്കാം. DHSൽ ഉള്ള കൊല്ലം ആശ്രമം സ്കൂളിലേക്ക് എല്ലാ ജില്ലയിൽ നിന്നുമുള്ള SC/ST വിഭാഗത്തിൽ ഉള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ആ കുട്ടികൾ എല്ലാം കൊല്ലത്തെ ആശ്രമം സ്കൂളിലേക്കാണ് അപേക്ഷകൾ അയച്ചു കൊടുക്കേണ്ടത്. DME വഴിയും DHS വഴിയുമുള്ള ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. 2023 DME വഴിയുള്ള ആപ്ലിക്കേഷൻ മെയ് ലാസ്റ്റ് വീക്കും DHS വഴി ഉള്ളത് ജൂൺ ഫസ്റ്റ് വീക്കിലുമായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.